അമ്മേ പ്ലീസ്, അതൊന്നും ഇവിടെ പറയണ്ട. അമ്മയെന്ന വാക്കിന് നീ അല്പമെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ ഈ പെണ്ണിനെ കല്യാണം കഴിക്കില്ല. പ്രമീളെ, നിന്റെ മക്കൾക്കൊക്കെ സ്വത്തിനോടാണ് ആർത്തി. എന്റെ കുട്ടികളിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നേ നിനക്ക് നല്ലത്. സംസാരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷെ കിട്ടിയതൊക്കെ പലിശയും കൂട്ടി തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം എന്നെപ്പോലുള്ളവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പം ഒരു മുഴം കയറിനകത്തെന്റെ ജീവൻ ഒടുക്കിയേനെ. നിങ്ങളൊക്കെ ഇവിടെ നിൽക്കേ. അമ്മേ, എല്ലാരും ഒന്നും ഇങ്ങോട്ട് മാറി. ഒരു കുഴപ്പമുണ്ടാവില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു സിദ്ധാർത്ഥ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാന്ന് പറയുന്നത്. വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അമ്മാവ, ധൈര്യമായിട്ടിരിക്കെ. അമ്മായിക്ക് ഒന്നും പറ്റില്ല. ചേട്ടാ, ആരടാ നിന്റെ അമ്മാവൻ? നിന്റെ അമ്മായി ആരടാ? സംസാരിക്കാനൊക്കെ ഒരു അർഹത വേണം. കേറി അങ്ങ് കളിക്കാന്ന് വിചാരിച്ചോ നീ? നീ എന്താ ചെയ്തെന്നറിയോ? എന്റെ ഭാര്യ ഈ അവസ്ഥയിലാകാൻ കാരണം
നീയും നിന്റെ അമ്മയും നിന്റെ കുടുംബവും എന്റെ കൺമുമ്പിൽ നിൽക്കാതെ പൊക്കോ. അങ്കിൾ പ്ലീസ് ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കേ. എന്റെ അനിയൻ നിങ്ങളെ മോളെ സ്നേഹിച്ചു എന്നല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെങ്ങനെ തല്ലേണ്ട ആവശ്യമില്ല. ഇനി എന്റെ മുന്നിലെങ്ങനെ നിന്നാ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. ചേട്ടാ ചേട്ടാ സംസാരിക്കേ പ്ലീസ്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അങ്കിളിനത് മനസ്സിലാവില്ല. നീ വാ. ഡോക്ടർ വിളിക്കുന്നുണ്ട്, ആരെങ്കിലും അകത്തേക്ക് ചെന്നോളൂ. നിങ്ങൾ ആരും ഇപ്പൊ അകത്തേക്ക് വരണ്ട. അവളെ കാണാൻ ഇപ്പൊ ഞാൻ മാത്രം മതി. ചേച്ചി എന്നോട് ക്ഷമിക്ക. നീ പ്രാണനെ പോലെ നോക്കിയ നിന്റെ മക്കള് നിന്റെ പ്രാണനെടുക്കാറായല്ലോ പ്രവീൺ. ഇങ്ങനെ ഒരു ദിവസം ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ജീവിച്ചിരിക്കുമ്പോഴേ നരകത്തിൽ വന്ന അവസ്ഥയെ നിന്നെ കാണാൻ മുൻപ് ഞാൻ പോകുമെന്നല്ലേ വിചാരിച്ചത്. ചിലപ്പോ ഈ ഒരു ദിവസം കാണിച്ചു തരാനായിരിക്കും ഞാൻ ഇത്രയും കാലം കൂടി ജീവിച്ചത്. നോക്കൂ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ? ഏതൊക്കെ ടാബ്ലറ്റ് ആണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എഴുതാമായിരുന്നു. ഇവർക്ക് ഇതിനു മുൻപ് ഇങ്ങനെയുള്ള അസുഖമൊന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ. പക്ഷെ BP ഷുഗറൊക്കെ ഉണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇവർക്ക് ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയാതെ മറച്ചു വെച്ചതായിരിക്കും. മൈൽഡ് അറ്റാക്ക് നിങ്ങളെ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇവരുടെ കണ്ടീഷൻ ഒന്ന് ബെറ്റർ ആയതിനു ശേഷം നിങ്ങൾ സംസാരിക്കുക. അച്ഛൻ അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? ഞാനും അവളും ഈ ബഹളത്തിനിടയിൽ മരിക്കുമെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെയൊന്നും സംസാരിക്കല്ലേ അച്ഛ. മിണ്ടാതിരുന്നോണം. വെറുതെ പുതിയ നാടകമൊന്നും കളിക്കണ്ട. നിന്റെയൊക്കെ മുതല കണ്ണീര് കണ്ട എന്റെ മനസ്സൊന്നും അലിയില്ല. നിങ്ങളെ നാലാളും എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ പ്രമീളയെ മറന്നുപോയി. എന്താണെന്നറിയോ, ഇത്രയും കാലം ജീവിച്ചത് മക്കൾക്ക് വേണ്ടി മാത്രമാ. പെൺമക്കളല്ലേ സ്വന്തമല്ലേ എന്നൊക്കെ പറഞ്ഞ് അമിതമായിട്ട് അങ്ങോട്ട് ലാളിച്ചു പോയി. എനിക്ക് 4 പെൺമക്കളാണ്. അങ്ങനെയുള്ള വിഷമൊന്നും പറഞ്ഞിട്ടില്ല അവള്. പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും അവക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരുത്തിയാ നിങ്ങൾ ഈ കോലത്തിലാക്കിയത്. എന്റെ ഉദ്ദേശം ഗൗതമിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു വിധി വരുമായിരുന്നോ?
പ്രാണനെ പോലെ സ്നേഹിച്ച ഒരാളുടെ പ്രാണൻ നിങ്ങൾ എല്ലാവരും കൂടി എടുത്തു കളഞ്ഞല്ലോ. പ്ലീസ് അച്ഛ, ദയവ് ചെയ്ത് ഞങ്ങളോടൊന്ന് ക്ഷമിക്കച്ച. ക്ഷമ, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? നിങ്ങളെ പോലുള്ളവർക്ക് പറയാൻ പറ്റിയ വാക്കല്ല അത്. അച്ഛാ, ഞാൻ അച്ഛന്റെ കാല് പിടിച്ചോളാം. ഞങ്ങൾ അങ്ങനെയൊന്നും നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അതെല്ലാം വെറുതെ ആയിരുന്നു. ചേച്ചി ഒരിക്കലും അങ്ങനെയൊന്നും മിണ്ടരുത് നീ. എല്ലാത്തിന്റെയും പുറകിലെ ബുദ്ധി നിന്റെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ ഞാൻ വളർത്തിയത് ഒരു ആൺകുട്ടിയായിട്ടാ. ഉത്തരവാദിത്വം എടുത്തോളം ഇവർക്കൊരു താങ്ങായിക്കോളൂ എന്നൊക്കെയാ വിചാരിച്ചത്. പക്ഷെ ഇത്രയും വലിയൊരു കാര്യം മറച്ചു വെക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അറിവൊക്കെ ഉണ്ടായിരുന്നു എന്റെ മോക്ക്. അച്ഛാ, ഞാൻ പറയുന്ന ഒന്ന് കേക്കച്ച. ഞങ്ങൾ തെറ്റ് ചെയ്തെന്നുള്ളത് സത്യമാ. പക്ഷെ അതിന് ഇനി നീ ഇതിനെപ്പറ്റി മിണ്ടിയ കൊന്നുകളയും നിന്നെ ഞാൻ. നീയൊക്കെ ചെയ്തു കൂട്ടിയത് തെറ്റല്ല. നിങ്ങളൊക്കെ ചെയ്തതിനെ പറ്റി പറയാൻ തന്നെ മാനക്കേടാ എനിക്ക്. അച്ഛ, പ്ലീസ് അച്ഛ. അച്ഛന്റെ ദേഷ്യം തീരുന്നവരെന്നെ തല്ലിക്കോ. പക്ഷെ ദയവേത് ഇങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. അടിക്കാൻ പോലും നിന്റെയൊക്കെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്റെയൊക്കെ മുഖം കാണുന്നത് എനിക്ക് അറപ്പാ. മഹാഭാവികളാ നിങ്ങൾ. പോയിക്കോളണം ഇവിടുന്ന്. ഇങ്ങനെയൊന്നും പറയില്ലേ അച്ഛ. ദയവേത് ഞങ്ങളോടൊന്ന് ക്ഷമിക്കച്ച. എന്നോടൊന്നും സംസാരിക്കാനായിട്ട് എനിക്ക് ഒന്നും ബാക്കിയില്ല. എന്നെ ഒരു വൃത്തികെട്ടവനാക്കി മാറ്റുന്നതിന് മുൻപ് പോയിക്കോണം ഇവിടുന്ന്. അച്ഛ, ഒരേ ഒരു പ്രാവശ്യം അമ്മയൊന്ന് കണ്ടിട്ട് ഞങ്ങൾ പൊക്കോളാം. ഡോക്ടർ എന്താ പറഞ്ഞെന്നെങ്കിലും ഞങ്ങളോടൊക്കെ ഒന്ന് അച്ഛന് പറഞ്ഞൂടെ? എന്റെ ശവത്തെ ചവിട്ടി നിനക്ക് നിന്റെ അമ്മയെ കാണണമെങ്കിൽ നിനക്ക് പോയി നിങ്ങളെയൊക്കെ. അങ്ങനെ ഒരു ജീവനെയല്ലേ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്. ഈ നിമിഷം മുതൽ നിങ്ങളൊന്നും എന്റെ മക്കളല്ല. ഒക്കെ ഇവിടുന്ന്. ചെറിയമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാരണം ആരതിയുടെയും വിക്കിയുടെയും കല്യാണത്തിന് ചെറിയച്ച സമ്മതിക്കില്ല. ഞാൻ വിചാരിച്ചത് നടന്നില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചതല്ല ഇത് തന്നെയാ. പേഷ്യന്റിനെ കാണാനുള്ളവർ ചെന്നോളൂ. എങ്ങോട്ടാ? കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ നിങ്ങൾക്ക്? അവളെ അങ്ങനെ പെട്ടെന്ന് കൊല്ലാനൊന്നും എനിക്ക് താല്പര്യമില്ല. നിന്റെ ഒന്നും മുഖം ഈ ഒരു അവസ്ഥയിൽ അവിടെ കാണണ്ട. ദൈവകൃപ കൊണ്ട് അവക്കിപ്പോ ഓർമ്മ വന്നത്. ഇനിയും നീയൊക്കെ അവിടെ ചെന്ന് അവളെ വിഷമിപ്പിക്കാൻ ഭാവമെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറയല്ലേ അച്ഛ. ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോ. പക്ഷെ നിങ്ങളൊന്നും എന്റെ മക്കളല്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ എന്റെ മനസ്സിൽ മരിച്ചുപോയി. ഇനി അങ്ങോട്ട് എനിക്ക് എന്റെ പ്രമീള മാത്രം മതി. ഇത്രയിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് നിനക്കൊന്നും തൃപ്തിയായില്ല അല്ലേ? ഇനി എന്റെയൊക്കെ ജീവൻ പോയാലേ നിനക്കിനി സമാധാനാവൂ. ഇനി എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സ്ഥാനവും ഇല്ല. പുറത്തു പോന്ന് പറഞ്ഞ പുറത്തു പോയിക്കോണം. ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ
പറ സിദ്ധാർത്ഥ്. താങ്ക് യു സിദ്ധാർത്ഥ്. ആരാ വിളിച്ചേ? സിദ്ധാർത്ഥായിരുന്നു. ആരതിയുടെ അമ്മയ്ക്ക് ബോധം വന്നു പറഞ്ഞു. ഷീസ് ഔട്ട് ഓഫ് ഡേറ്റ്. എന്താടാ പറ്റിയേ? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നീ ടെൻഷൻ ആവുന്നേ? സംഭവിച്ചത് സംഭവിച്ചു, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ നിമിഷവും മനസ്സ് നിറയെ ആരതി മാത്രമാണുള്ളത്. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ഞാൻ കാരണോ? വിക്രാന്ത്, നീ എന്തിനാടാ സങ്കടപ്പെടുന്നേ? ഇതൊക്കെ സംഭവിച്ചത് ആ ബ്ലഡി റാസ്കൽ കാരണോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം ചേട്ടാ, ഞാനും അത് തന്നെ പറയുന്നേ. ഗൗതം ശരിയല്ലെന്ന് നീ പലതവണ പറഞ്ഞതാ. ഞങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. ബാക്കിയുള്ളവരോട്, നിന്റെ സ്വന്തം അനിയനായിട്ട് പോലും ഞാനും സംശയിച്ചു പോയില്ലേ? ദേഷ്യം വന്നപ്പോ എന്റെ വായി തോന്നിയത് എന്തൊക്കെയോ ഒന്നും നോക്കാതെ ഞാൻ വിളിച്ചു പറഞ്ഞു. നിന്റെ മുഖത്ത് നോക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഏട്ടാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാവുന്നില്ല. ദയവേത് എന്നോട് ക്ഷമിക്കുക. സമാധാനായിട്ടിരിക്കടാ. ചിലരെയൊക്കെ കണ്ട വളരെ ഇന്നസെന്റ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം കാണണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെനിക്ക് മനസ്സിലായി. ആ ഫ്രോഡ് എൻ്റെ മാരുതിയുടെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ നിന്റെ ഇടയിൽ പ്രോബ്ലംസ് വെറുതെ ഉണ്ടായി. നോ വിക്രാന്ത്, അവനല്ല. അവനെപ്പോലൊരു 1000 പേര് വന്നാലും എൻ്റെ നിന്റെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേ. നമ്മുടെ അമ്മ എങ്ങനെ കൺവിൻസ് ചെയ്ത് നോക്ക്. ഷി വാസ് റിയലി ഹേർട്ട്. കഷ്ടപ്പാടിലും സകലതും സഹിച്ച് അങ്ങനെ ഒരു ജീവനെയല്ലേ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആക്കിയത്. ഈ നിമിഷം നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്റെ ശവം കാണേണ്ടി വരും. നോക്ക് നാണമില്ലാതെ നടന്നു വരുന്ന കണ്ടോ? ഇങ്ങനത്തെ കല്യാണം സിനിമയിലെ ഞങ്ങള് കണ്ടിട്ടുള്ളൂ അല്ലേ? പ്രമീളയ്ക്ക് എന്ത് നകളിപ്പായിരുന്നു കല്യാണത്തിന്. ഇപ്പൊ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞത്. ആരതി പ്രണയിച്ചു എന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഇനി എന്തൊക്കെ കഥ കേൾക്കാനുണ്ടോ ആർക്കറിയാം. മാനം പോയില്ലേ, ഇനി തിരിച്ചു കിട്ടുമോ? എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നത്. വായി വന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആരെന്തൊക്കെ ചോദിച്ചാലും ഒന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞോണ്ടിരിക്കുന്നവരുടെ വായിന്ന് മൂടിക്കേട്ടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നവരെന്തായാലും മുഖത്ത് നോക്കിയൊന്നും ചോദിക്കില്ല.
നടക്കോ? ഇല്ല മോളെ, അങ്ങനൊന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട. ഇല്ല ചേച്ചി, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അമ്മയ്ക്കും നമ്മളോട് ദേഷ്യാവും. ഇനി എങ്ങാനും അമ്മയും നമ്മളെ മക്കളല്ലാന്ന് പറഞ്ഞാ? ഇല്ല മോളെ, ഉറപ്പായിട്ടും അമ്മ അങ്ങനൊന്നും പറയില്ല. ഇനി എങ്ങാനും പറഞ്ഞാലോ? നമ്മള് 4 പേരും പിന്നെ എങ്ങോട്ട് പോവാനാ ചേച്ചി? നിങ്ങളെയൊക്കെ എന്തിനാ പുറത്താക്കണേന്ന് പറ. തെറ്റ് ചെയ്തത് ഞാനല്ലേ, അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയാ. അമ്മ സുഖമായി വന്നതിന് ശേഷം ഒരു തവണ അമ്മയെ ഒന്ന് കണ്ടിട്ട് ഞാൻ തന്നെ ഇറങ്ങി പൊക്കോളാം. ഒന്ന് നിർത്ത് ചേച്ചി, എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നേ? നമ്മൾ 4 പേരും എന്തായാലും ഒരുമിച്ചുണ്ടാവും. നീ ഒറ്റയ്ക്ക് അവൻ ഞങ്ങൾ സമ്മതിക്കില്ല. ചേച്ചി, നമ്മുടെ അമ്മ പഴയതുപോലെ തന്നെ ആവില്ലേ? ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ? അമ്മയൊന്ന് നോർമൽ ആയിരുന്നെങ്കിൽ അത് മാത്രം മതി. ശരിയാവും മോളെ, അമ്മ എപ്പോഴും സ്ട്രോങ് ആ. നല്ല ആരോഗ്യവതിയായിട്ട് പഴയ പോലെ തന്നെ തിരിച്ചു വരും. ഞാൻ എപ്പോഴും ദൈവത്തോട് ആ കാര്യം തന്നെ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രമി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾ പേടിച്ചു പോയോ? നീ കണ്ണു തുറന്നു നേഴ്സ് വന്ന് പറഞ്ഞപ്പോ ഓടി വന്നതാ. അതെ, നമ്മുടെ മക്കൾ എന്ത് ചെയ്യും?